ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതിൻ്റെ കുറച്ച് വിശേഷങ്ങളും ഷോപ്പിങ്ങും ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ വാങ്ങാൻ പോലും കാര്യങ്ങളെല്ലാം ആയിട്ടുള്ള ഒരു ദിവസം ഈവനിങ്ങിലുള്ള കുറച്ച് കാര്യങ്ങളാട്ടെ. എന്തായാലും വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ വൈകുന്നേരത്തേക്ക് രാത്രിക്ക് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്ന് ഗോബി മഞ്ചൂരിയൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ കോളിഫ്ലവറെല്ലാം ഒന്ന് നേരത്തെ കട്ട് ചെയ്ത് ഇങ്ങനെ വെക്കും ചൂടുവെള്ളത്തിൽ. അപ്പം അതെല്ലാം റെഡിയാക്കി അവിടെ വെച്ചാൽ അപ്പോൾ ഇന്ന് കുറച്ച് ഫ്രൂട്ട്സും വെജീസൊക്കെ വാങ്ങാണ്ടിരുന്നു. അപ്പോൾ അതെല്ലാം വാങ്ങാൻ വേണ്ടിയിട്ട് ബലദിയിൽ വന്നിട്ടാട്ടുള്ളത്. അപ്പോൾ അവിടെയും ഇപ്പം മാംഗോ ഫെസ്റ്റും കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. അപ്പം യമൻ്റെ മാംഗോ ഉണ്ടല്ലോ, അത് നല്ല ടേസ്റ്റാട്ടോ. ഇതുവരെ വാങ്ങിച്ചിട്ട് നമുക്കങ്ങനെ ഫെയിലൊന്നും ആയിട്ടില്ല. വേറെ ചില മാങ്ങയെല്ലാം നല്ല സ്മെല്ല് കണ്ടിട്ട് വാങ്ങിച്ചിട്ട് പറഞ്ഞ പോലെ ചിലപ്പോൾ പുളിയായിരിക്കും, മണം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത് പക്ഷേ നല്ല കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ നമ്മൾ വേഗം പോയി ഇതെല്ലാം വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങിയതാണ്. മക്കളൊന്നും വന്നിട്ടില്ല. അങ്ങനെ വേഗം സാധനങ്ങളെല്ലാം വാങ്ങി തിരിച്ച് വീട്ടിലേക്ക്. ഇന്നിപ്പോൾ രാത്രി റെഡ് ടാഗിൽ പോകാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം ഞാൻ അവിടെ ഇതിന് മുന്നേ പോയ സമയത്ത് ഇങ്ങനെ കുർത്ത ടൈപ്പ് അങ്ങനെയുള്ള ഡ്രസ്സെല്ലാം കണ്ടിനേനു. ഇപ്പോൾ ഉണ്ടോയെന്നറിയില്ല, ജസ്റ്റ് ഒന്ന് പോയി നോക്കണം. വന്ന പാടും തന്നെ നമ്മളിതാ ഞാൻ പറഞ്ഞ മാങ്ങ ഇതാട്ടാ. ഇവിടെയുള്ള ഒരുവിധം എല്ലാവർക്കും അറിയിരിക്കും. അപ്പം അത് ഒന്ന് കട്ട് ചെയ്ത് നോക്കി എങ്ങനെ ഉണ്ടാവും എന്നറിയില്ലല്ലോ. അപ്പം നോക്കുമ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അടിപൊളിയേനും നല്ല മധുരവും എല്ലാം ഉണ്ട്. അപ്പം ഇവിടെ കുട്ടികൾക്കെല്ലാം എല്ലാവർക്കും ഇഷ്ടമാണ് മാങ്ങ. പിന്നെ അവിടെ നിന്ന് വരുമ്പോൾ നമ്മൾ ഇതുപോലെയുള്ള ജാത്തറിൻ്റെ ബ്രെഡ് വാങ്ങിച്ചിനു. ബ്രെഡല്ല, ഈ ഒരു എന്താ പറയുക, റൊട്ടി പോലത്തെ. പിന്നെ അതുപോലെ തന്നെ ചീസ് വെച്ചിട്ടുള്ളതും ഇത് കുട്ടിയൊക്കെ വാങ്ങിച്ചതാണ്. അപ്പം നമ്മൾ ചായൻ്റെ കൂടെ ആ ഒരു ജാത്തറിൻ്റെ റൊട്ടി എടുത്തിന്. ഇനിയിപ്പോൾ ഇതാ ഞാൻ ഇന്നിപ്പോൾ ദോശയായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ അരിയെല്ലാം നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിനു. അപ്പോൾ അതൊന്ന് അരച്ച് വെച്ചാൽ ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച കോളിഫ്ലവറും കൂടെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി ആ ഒരു പാനിലേക്ക് തന്നെയാട്ടോ ഞാൻ അതിലേക്ക് വേണ്ട ഒരു ഭയങ്കര ലൂസായിട്ടുള്ള അങ്ങനെ ഗ്രേവി ആക്കുന്നില്ല. കുറച്ചിങ്ങനെ അതിൽ കോട്ട് ചെയ്ത് നിൽക്കാൻ പാകത്തിന് ഗ്രേവി ആക്കി എടുക്കുന്നത്. അപ്പം അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളിയും പിന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ക്യാപ്സിക്കം, വെളുത്തുള്ളി, ഇഞ്ചിയെല്ലാം ചേർത്ത് കൊടുത്തിന്. പിന്നെ കോളിഫ്ലവർ ഫ്രൈ ചെയ്യാൻ നമ്മൾ കുറച്ചും കൂടെ എണ്ണ ഒഴിക്കുമല്ലോ, അതിൽ നിന്ന് ലേശം എണ്ണ എടുത്ത് മാറ്റീന് കേട്ടോ. പിന്നെ ബാക്കിയിലൊക്കെ ഞാൻ ഉള്ളിയെല്ലാം ചേർത്ത് കൊടുത്തിന്. ഇനി ഇത് അത്യാവശ്യം നന്നായിട്ട് ഒരു ബ്രൗൺ കളറാവുന്നവരെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് സോയ സോസ്, ചില്ലി സോസ്, പിന്നെ ടൊമാറ്റോ കെച്ചപ്പോ സോസോ എന്താണോ ഉള്ളത് അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു ടൈമിൽ തന്നെ കുറച്ച് കോൺഫ്ലവറിൽ സോയ സോസും കുരുമുളക് പൊടിയും ഇട്ടിട്ട് ഒന്ന് ഒരുപാട് ഒഴിക്കണ്ട, അപ്പോൾ പിന്നെ ഭയങ്കരമായിട്ട് തിക്കായി പോവും. കുറച്ച് കോൺഫ്ലവറിലൊന്ന് മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിന് ശേഷമാണ് ഞാൻ ഫ്രൈ ചെയ്ത് വെച്ച കോളിഫ്ലവറും കൂടി ഇട്ടിട്ട് മിക്സ് ആക്കുന്നത്. പെട്ടെന്ന് റെഡിയാവും. ഇവിടെയാണ് കുട്ടികൾക്കെല്ലാം ഈ ഒരു കറി ഇഷ്ടമാണ്. അപ്പം ദോശേൻ്റെ കൂടിയും ചപ്പാത്തീൻ്റെ കൂടിയും എല്ലാം അടിപൊളിയാണ്. അപ്പോൾ ഇതാ നമ്മളെ ഗോബി മഞ്ചൂരിയൻ റെഡി ആയിന്. എന്തായാലും ഉണ്ടാക്കി നോക്കാത്തവർ ഒന്ന് ട്രൈ ആക്കി നോക്കിക്കോ. പിന്നെ വെജിറ്റേറിയൻസിനെല്ലാം ട്രൈ ചെയ്ത് നോക്കാമല്ലോ. ഇത് പിന്നെ നമ്മൾ ടെമൂല് കുറച്ച് ഐറ്റംസ് ഓർഡർ ആക്കിനേനു. ഇതിനേക്കുള്ള ഡ്രസ്സും കാര്യങ്ങളെല്ലാം. അത് കൂടാണ്ട് കുറച്ച് ഐറ്റംസും കൂടി ഉണ്ടേനു. എന്തായാലും നമ്മൾ ഓർഡർ ആക്കുന്നതല്ലേ, അപ്പോൾ
അപ്പോൾ അത്യാവശ്യം വേണ്ട കുറച്ച് ഐറ്റംസ് എല്ലാം വാങ്ങിച്ചിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ വൈകുന്നേരം അതും കൂടെ കിട്ടീന്. അപ്പോൾ ഞാൻ വ്ളോഗ് എടുക്കുന്നില്ല, നേരെ ഇതും കൂടെ ഇൻക്ലൂഡ് ആക്കിയതാണ്. ഞാൻ അധികവും ഓൺലൈനിലാട്ടാ ഫോൺ കേസെല്ലാം ഓർഡർ ആക്കൽ. എനിക്ക് തോന്നുന്നു ഇവിടെ നിന്നൊക്കെ വാങ്ങുന്നതിലും എത്രയോ കുറവാണ് റേറ്റ്. 6 റിയാൽ 8 റിയാൽ അത്രയൊക്കെ വരുന്നുള്ളൂ. എന്നാൽ നമുക്ക് ഇഷ്ടമുള്ള നല്ല ഡിസൈനിലും എല്ലാം നല്ല അടിപൊളി ഐറ്റംസ് എല്ലാം ഉണ്ടാകലുണ്ട്. പിന്നെ ഇതുപോലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ഫാൻസി ഐറ്റംസ്, മോതിരം, ക്ലിപ്പ്, മാല അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഉണ്ടല്ലോ, അതെല്ലാം നല്ല നല്ല കിട്ടും കട്ടയിൽ. മോതിരെല്ലാം എനിക്കൊന്ന് കുട്ടികൾക്കെല്ലാം യൂസ് ചെയ്യാനെല്ലാം ഏറ്റവും ബെസ്റ്റ് ഇങ്ങനെ ഓർഡർ ആക്കുന്നതായിരിക്കും. വേറെ എന്തെങ്കിലും ഐറ്റംസ് നമ്മൾ വാങ്ങുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഇതൊക്കെ വാങ്ങുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഞാനിതുപോലെ 2 സെറ്റ് മോതിരം വാങ്ങിച്ചിന്, പിന്നെ ബ്രേസ്ലെറ്റിൻ്റെ ഒരു സെറ്റ് വാങ്ങിച്ചിനു. അങ്ങനെ കുറച്ച് സംഭവങ്ങൾ. പിന്നെ ഇത് നമ്മൾ ഹിജാബിലൊക്കെ വേണ്ടിയിട്ടുള്ള മാഗ്നറ്റ് ഉണ്ടല്ലോ, അതാണ്. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ ഇത്. പിന്നെ ഇട്ടിട്ടും നല്ല കംഫർട്ടബിളാണ്, അത്യാവശ്യം നല്ലോണം നിൽക്കുന്നുണ്ട്. അത് ചില സമയത്തൊന്ന് ഊരിപ്പോകുന്ന പോലെ ഫീൽ ചെയ്യും. ഞാൻ ഫസ്റ്റ് ടൈം ഇത് യൂസ് ചെയ്യുന്നത്, എന്നാലും നല്ലേനു. പിന്നെ കളേഴ്സും എല്ലാം നല്ല തന്നെ. പിന്നെ ഇതാ ഈ ഒരു ഐറ്റം, ഇതിൻ്റെയും ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ട്, അതിൽ നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് കണ്ടിട്ടുണ്ടാവും. ഇത് ഞാൻ ഇൻഷാ അല്ലാ വേറെ വ്ളോഗിലായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇതാ ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊരു ഡിന്നറെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും ഇല്ല, ഞാനും റൈസ്ക്കിയും മാത്രം. കുട്ടികൾക്ക് എനിക്ക് ഡ്രസ്സ് എടുക്കാനാണല്ലോ. അപ്പോൾ കുട്ടികൾ പറഞ്ഞാൽ അവർക്ക് വലിയ റോളൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർ വരുന്നില്ല എന്നിട്ട് അവർ വീട്ടിൽ നിന്ന്. പിന്നെ ചെരുപ്പ് എൻ്റെ ഒരു വീക്ക്നെസ്സാണ്, പ്രത്യേകിച്ച് ഫ്ലാറ്റ് ആയിട്ടുള്ള. അപ്പോൾ അത് കണ്ടാൽ ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കും. ഞാൻ എടുത്തിട്ടൊന്നുമില്ല, ജസ്റ്റ് ഇട്ടതാണ്. പിന്നെ ഇതാ കുറേ ഫാൻസി ഐറ്റംസ് ഉണ്ട്. ഇതൊക്കെ ഞാൻ ജസ്റ്റ് നോക്കിയെന്നേ ഉള്ളൂ, നമ്മൾ ഓൾറെഡി വാങ്ങിച്ചല്ലോ. പിന്നെ ഇവിടെ തന്നെ കിച്ചൺ ഐറ്റംസും അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം കിട്ടും. കയറി പോകുന്നിടത്ത് തന്നെ ഉണ്ടാവും കേട്ടോ ഇങ്ങനെ വെച്ചിട്ട്. അപ്പോൾ അത് കാണുമ്പോൾ അത് നോക്കാണ്ട് വരാൻ തോന്നില്ല. അപ്പോൾ അങ്ങനെ നല്ല നല്ല ബൗളുകൾ, കപ്പുകൾ, പിന്നെ കട്ട്ലറി ഐറ്റംസ് എല്ലാം നല്ല ഐറ്റംസ് ഉണ്ടാവും. ഇതെല്ലാം നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. സെറാമിക്കിലാണ് വരുന്നത്. പിന്നെ ഇത് ടിൻ ടൈപ്പാണ്. സെറാമിക്കിൽ വരുന്ന അത്യാവശ്യം വെയിറ്റും ഉണ്ട്, കാണാൻ നല്ല ഭംഗിയുമുണ്ട്. പിന്നെ എന്നോടൊരു വ്ളോഗ് ചോദിച്ചിനു ബെഡ്ഷീറ്റൊക്കെ എവിടെ നിന്നാണ് വാങ്ങുന്നത്, ഫിറ്റഡ് ഷീറ്റെല്ലാം എവിടെ നിന്നാണ് കിട്ടാന്ന്. ഇവിടുന്ന് ഞാൻ കുട്ടികളെ ബെഡിലേക്ക് പിരിക്കാനുള്ള ഫിറ്റഡ് ഷീറ്റ് വാങ്ങലുണ്ട്. 19, 17 റിയാലിനെല്ലാം ചെറിയ ബെഡിലേക്കെല്ലാം പിരിക്കാനുള്ളതെല്ലാം കിട്ടലുണ്ട്. പ്യുവർ കോട്ടൺ ഒന്നല്ല, എന്നാലും നല്ലതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ് വിശേഷങ്ങൾ. ഇൻഷാ അല്ലാ നല്ല നല്ല വീഡിയോസും ഈദ് വ്ളോഗെല്ലാം ആയിട്ട് വരാം. ടേക്ക് കെയർ, ബൈ ബൈ.